കാഞ്ചിയാർ കൽത്തൊട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് നിഗമനം. കട്ടപ്പനയിൽ നിന്നും അഗ്നിശമന സേന എത്തി തീ പൂർണ്ണമായി അണച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം ജോമോൻ തിക്കിലിന്റെ ഉടമസ്ഥതയിലുള്ള കൽത്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. രാവിലെ കട തുറന്ന ശേഷം ജോമോൻ കമ്മിറ്റി കൂടുവാനായി കടയടച്ച് കാഞ്ചിയാറിലേക്ക് പോയിരുന്നു. തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നതായി സമീപത്തെ വ്യാപാരികൾ കണ്ടു. പരിശോധന നടത്തിയതോടെ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ അഗ്നിബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കട്ടപ്പനയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് വ്യാപാര സ്ഥാപനം തുറന്ന് തീ പൂർണ്ണമായി അണച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഞാൻ കടയിലുണ്ടായിരുന്നു. കടയിലുള്ള സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയാണ്. സുഹൃത്തിന്റെ കടയ്ക്കകത്ത് നിന്ന് ഭയങ്കരമായിട്ട് തീയെ പുക പുറത്തേക്ക് തള്ളുന്ന കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഷട്ടറെല്ലാം അങ്ങ് പഴുത്ത് കൊണ്ടുപോകാൻ പുക വന്നു. അങ്ങനെ തന്നെ നമ്മൾ പിന്നെ ഫയർഫോഴ്സിലേക്ക് വിളിച്ച് അവരൊരു 20 മിനിറ്റ് കൊണ്ട് വരികയും ചെയ്തു. പെട്ടെന്ന് തീയെല്ലാം കെടുത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടയ്ക്കകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്നും മിച്ചമില്ലാത്ത രീതിയിൽ തന്നെ ഒന്നും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാത്തത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്കൂൾ, കോളേജ് ഐറ്റംസ്, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പലചരക്ക്, ബേക്കറി സാധനങ്ങൾ എന്നിവ വിൽപ്പന നടത്തിയിരുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. നിരവധി രേഖകൾ ഉൾപ്പെടെ കടയിൽ സൂക്ഷിച്ചിരുന്നു. പണമടക്കം പൂർണ്ണമായി കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നിബാധ പടരാതിരുന്നതും സംയോജിതമായ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടലുമാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്.